ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ കുർത്തി ഹാളിൻ്റെ വീഡിയോ ആണ്. കുർത്തി സെറ്റിൻ്റെ ഒരു ഹാൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം അങ്ങനെ സെറ്റായിട്ട് എടുക്കുന്നത് വളരെ കുറവാണ്. മിക്കപ്പോഴും കുർത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് അങ്ങനെയൊക്കെ. കാരണം ഞാൻ അങ്ങനെ ഒത്തിരി കുർത്തി സെറ്റുകൾ ഉപയോഗിക്കുന്ന ഒരാളല്ല, അതാണ് മെയിൻ റീസൺ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ നല്ല കുറച്ച് ഭംഗിയുള്ള കുർത്ത സെറ്റുകൾ കാണിക്കാമെന്ന്. അതും ഞാൻ എടുത്തിട്ടുള്ളത് ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. കാരണം ഒരേ കളർ തന്നെ വരാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. ഞാൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എടുക്കുമ്പോൾ ബ്ലാക്ക്, ബ്ലൂ അതിലേക്കാണ് ഞാൻ എപ്പോഴും പോകുക. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലേക്ക് നോക്കാൻ ഞാൻ ഇത്തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു കളർ തന്നെയാണ്, ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ്. പക്ഷേ മാത്രമല്ല ഇതിൽ മെയിൻ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കാണിച്ചു തരാവേ. ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു ഗോൾഡൻ, പിന്നെ എന്താ പറയുക, റെഡ് എംബ്രോയ്ഡറി വർക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ആലിയ കട്ട് കുർത്തിയാണ്. അതിൻ്റെ കൂടെ തന്നെ പാൻസ് ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കുർത്തിയാണ്. അതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഒരു പലാസ പാൻറ്റാണ്. ഇതിലും ഗോൾഡൻ ആ ഒരു വർക്കുകൾ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, നല്ല കട്ടിയുള്ള കോട്ടൺ ആണോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ വരുന്ന ഒരു പലാസ പാൻറ്റ്. ഇതിൻ്റെ ഷോൾ വരുന്നത് നെറ്റ് ഷോളാണ്. ഇതിൽ ലേസ് വർക്ക് സൈഡിൽ 4 ചുറ്റും ലേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, അത് തന്നെയാണ് ഇതിൻ്റെ ഭംഗി. ഈ ഒരു ഷോള് ഈ ഒരു കളറ് വന്നതാണ് ഇതിലിടുമ്പോൾ ഇതിന് ഏറ്റവും ഹൈലൈറ്റ്. കാരണം ഫുള്ളി ബ്ലാക്ക് ആവാതെ ഒരു വെറൈറ്റി ഒരു കളർ, ആ ഒരു കളറ് നമ്മുടെ ഹാൻഡ്സിലും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നെറ്റ് ഷോളാണ്, നെറ്റ് ഓർഗൻസ ആ ഒരു മെറ്റീരിയൽ വരുന്ന ഷോളാണ്. രണ്ടാമത്തെ കുർത്തി വന്നിട്ട് ബ്ലൂ കളറിൽ ഈ ഒരു ആലിയ കട്ട് മോഡലിൽ, ഇതും ഒരു ആലിയ കട്ട് മോഡലാണ്. ഇവിടെ മിറർ വർക്ക് അല്ല കേട്ടോ, ഇത് കാണുമ്പോൾ നമുക്ക് നല്ല മിറർ വർക്കായിട്ട് തോന്നും, പക്ഷേ ഇത് ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീനെക്കും പിന്നെ ഒരു ആലിയ കട്ട് മോഡലിൽ ഇവിടെ നിറച്ച് ഫ്രില്ല് പോലെയാണ് വരുന്നത്. ഒരു അത്യാവശ്യം നല്ല ഫ്ലെയറുള്ളൊരു ഗൗണാണ്. ഇതിൻ്റെ പാൻസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതേ വർക്കിൽ തന്നെ വരുന്ന ഒരു പലാസോ പാൻറ്റാണ്. അത്യാവശ്യം നല്ല വിഡ്ത്തുള്ള പാൻറ്റാണ്. ഈ ഒരു വിഡ്ത്ത് അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. പാൻസിനും അവർ എന്താ പറയുക, ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റ് പോലത്തെ അത്യാവശ്യം കട്ടി കുറഞ്ഞ മെറ്റീരിയലാണ്. അപ്പോൾ അതിന് അവർ നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു മെറ്റീരിയൽ കൊണ്ടിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻറ്റ് നല്ല കട്ടിയുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലും അതേ ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഇതെല്ലാം ഞാൻ ഇത്തവണ നിങ്ങൾ എക്സൽ സൈസിലുള്ള ഒരാളാണെങ്കിൽ ലാർജ് എടുത്ത് നോക്കിയാൽ പെർഫെക്റ്റ് ഫിറ്റായിരിക്കും. എക്സലാണ് എനിക്ക് എടുക്കുന്നത്. ഞാൻ എക്സൽ എടുത്തതെല്ലാം എനിക്ക് ഭയങ്കര കുറച്ച് ഓവർ സൈസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇത് ലാർജ് സൈസിലാണ് എടുത്തത്. ഇതിന് മുന്നത്തതും ലാർജ് സൈസ്. ഇത് എക്സലാണ് കേട്ടോ. ഇത് കുറച്ച് നല്ല ലൂസായിരുന്നു, ഞാൻ ഓൾട്ടർ ചെയ്തതാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ഡ്രസ്സ് നമ്മൾ കാണാൻ പോവുകയാണ്. മൂന്നാമത്തെ ഡ്രസ്സ് ഒരു കുർത്തി സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം കുർത്തി മാത്രമേ ഉള്ളൂ. പക്ഷേ കുർത്തി മാത്രം മതി, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ്. ഈ ഒരു കളറ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ്, പക്ഷേ ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഈ ഒരു നെക്കാണ്. ഇതും ഒരു ആലിയ കട്ട് മോഡലാണ്. വി നെക്ക് വന്നിട്ട് ഈ ഒരു നെക്ക് പോർഷൻ ഇങ്ങ് താഴെ വരെ വരുന്നുണ്ട്. അവിടെ ഒരു ടൈ കൊടുക്കുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് എക്സൽ സൈസാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ എക്സൽ സൈസിലാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് നല്ല ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. കാരണം സൈസ് കുറച്ചുകൂടി നല്ലപോലെ അടിക്കണം, എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ഫിറ്റായിട്ട് കിടക്കൂ. പക്ഷേ നല്ല ലെങ്ത് ഉണ്ട്, നമ്മുടെ കാലിൻ്റെ അങ്ങറ്റം വരെയുള്ള ലെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോപ്പ് മാത്രം ഇടുമ്പം ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ക്ലാസി ലുക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു പ്രിൻസ് ഇല്ലേ, ആ ഒരു യെല്ലോ കളറിൽ ഈ ഒരു പീച്ച് പിങ്ക് പ്രിൻസ് വരുന്നത് കാണാനാണ് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെയുള്ള കുർത്താസ് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലെ കുറേ സൈറ്റുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഓവർ പ്രൈസ്ഡുമാണ്. അറൗണ്ട് 1000 സംതിങ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് 600 ആ ഒരു റേഞ്ചിനാണ് കേട്ടോ വരുന്നത്. ഇനി അടുത്തത് നാലാമത്തത് ഒരു കുർത്ത സെറ്റ് കാണിച്ചു തരാം. ഇതും ഞാൻ അങ്ങനെ എനിക്കില്ലാത്ത കളറാണ്. ഇതിൻ്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ടോപ്പ് വന്നിട്ട് മൂന്നും അതേ സെയിം കളറിലാണ്. ഈ ഒരു സ്കൈ ബ്ലൂ കളറ് എനിക്കിഷ്ടമാണ് ഈ കളറ്, പക്ഷേ ഞാനങ്ങനെ എടുക്കാറില്ല, എന്താണെന്നറിയില്ല.
ലൈറ്റ് കളേഴ്സിൽ ഇനി എടുത്ത് തുടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് വരുന്നത് ഒരു റൗണ്ട് നെക്കാണ്. ഇവിടെ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഭംഗിക്ക്. ഇത് നോർമൽ ടോപ്പാണ്, കുർത്തി നോർമൽ ഇതാണ്, ആലിയ കട്ടല്ല, നോർമൽ സ്ലിറ്റ് ടോപ്പാണ്. പക്ഷേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. പക്ഷേ ആ പോക്കറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് ആവശ്യമുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പോക്കറ്റ് ആവശ്യമുള്ളവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ്സിൽ ഇങ്ങനൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ എലാസ്റ്റിക്കും കൊടുത്ത് ഫ്രണ്ടിൽ ഇങ്ങനൊരു ഇതുമാണ് കൊടുത്തിരിക്കുന്നത്, കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന. പക്ഷേ അതിൻ്റെ ഇത് കണ്ടോ, തുമ്പറ്റം വരുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു വെറൈറ്റി ഡിസൈനല്ലേ. പിന്നെ ഇവിടെ അറ്റത്ത് ബട്ടണും കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു പാൻറ്റിന് ഭയങ്കര ഒരു എലഗൻറ്റ് ഫീൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റത് പാൻറ്റ്സ് നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഒരു ഓർഗൻസ, ഭയങ്കര ഒതുങ്ങിക്കിടക്കാത്ത ഷോളാണ്, ഓർഗൻസ മെറ്റീരിയലിൽ. ഇവിടെ അതേ കയ്യിലുള്ള അതേ വർക്കൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനൊരു സംഭവമൊക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഷോള്. ഇനി കാണിച്ചു തരാൻ പോകുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഗൗണാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് കൈ ഇങ്ങനെ ഒരു കുട്ടി കൈയാണ്, ഫ്രില്ല് വന്നിട്ട് ഇവിടെ എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല സ്ക്വയർ ഷേപ്പിന് വരുന്ന, ബാക്കിൽ ഫ്രണ്ടിൽ സ്ക്വയർ നെക്കാണ്. ഹാൻഡ്സ് നിങ്ങൾ കണ്ടല്ലോ, ഹാൻഡ്സ് ഇല്ല. പിന്നെ ഇവിടെ ഈ ഒരു പോർഷനിൽ എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് നമുക്ക്. ഇത് ഞാൻ ലാർജ് സൈസിലാണ് കേട്ടോ എടുത്തത്, ലാർജാണ് എടുത്തത്. എനിക്ക് പെർഫെക്റ്റ് ഫിറ്റായിരുന്നു. ഇതിൻ്റെ ഫ്ലയർ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ ആ ഒരു ജോർജറ്റ് മെറ്റീരിയൽ, ആ ഒരു ഫ്ലോറൽ, ആ ഒരു പൂക്കൾ വരുന്നതാണ് അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്, നല്ല ലെങ്തും ഉണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഗൗണ് എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പം ഇടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഗൗണ്. മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു കളറാണ്, ഈ ഒരു ബ്രൗൺ കളറ്. ഒരു മീഡിയം ടു എല്ലാ സ്കിൻ ടോണുകൾക്കും ചേരും. പക്ഷേ എന്നാലും ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ട് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, ഒരു കളർ തിയറി എന്ന് പറയില്ലേ, നമുക്കിത് ഇടുമ്പോൾ കുറച്ചുകൂടി കളർ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു കളറാണിത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഡാർക്ക് കളേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കളർ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതിലെ പൂക്കൾ ഈ ഒരു എന്താ പറയുക, പിങ്ക്, പീച്ച്, റോസ് കളറിൽ വരുന്ന ഫ്ലവേഴ്സിൻ്റെ ഒരു ഇതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എലഗൻ്റായിട്ട് ഫീൽ ചെയ്യും. ഇതൊരു അറൗണ്ട് 600 to 700 അതിൻ്റെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒട്ടുമിക്ക പേരും ട്രിപ്പ് പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുന്നത്, ഞാനും. അപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ അടിപൊളിയായിട്ട് എന്താ പറയുക, പിക്കൊക്കെ അടിപൊളിയായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ പിൻട്രസ്റ്റിലൊക്കെ ഇതേപോലത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഗൗണാണ്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. അതാണ് ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു റെഡ് കളർ ഗൗണാണ് ഞാനിവിടെ സൈഡിൽ കാണിച്ചു തരാം. ഒരു ഫുള്ളി കിടക്കുന്ന ഒരു അനാർക്കലി മോഡൽ കുർത്തിയാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ഇടാൻ തന്നെ എൻ്റെ അമ്മ ഒരു സുഖമാണ്. കാരണം നമുക്കിപ്പം എന്താ പറയുക, പെട്ടെന്ന് ഭയങ്കര ഒരു ഫങ്ഷൻ ഉണ്ട്, നമുക്ക് കുറച്ച് നല്ല എലഗൻ്റായിട്ട് പോകണം, എന്നാൽ ഭയങ്കര ഓവർ ആവാനും പാടില്ല, ഭയങ്കര ക്ലാസി ലുക്കായിരിക്കണം എന്നാണെങ്കിൽ നിങ്ങളിത് ചൂസ് ചെയ്തോളൂ. കാരണം നല്ല ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു ബ്രൗൺ കളറ്. അതിൽ ഈ ഒരു യെല്ലോ പ്രിൻസാണ് വരുന്നത്. ഇവിടെ കുറച്ച് എന്താ പറയുക, റൗണ്ട് ഇതിൽ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 600 സംതിങ് ആണ്. പക്ഷേ ആ ഒരു പ്രൈസിനുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി. റെഡും ബ്രൗണും അതൊരു മിക്സായിട്ട് നമ്മുടെ കളറിനെ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നൊരു കളറും കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ അറ്റത്തൊരു ഫ്രില്ല് മോഡലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ലൊരു വൈഡായിട്ടൊരു അനാർക്കലി ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു 5ാമത്തെ ഡ്രസ്സ് കേട്ടോ. 5ആണോ 6ആണോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. 6ാമത്തെ ഡ്രസ്സ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സാണ്. അതും ഒരു അനാർക്കലി മോഡൽ കുർത്തിയാണ്. സെറ്റിന് പകരം ഞാൻ 2 കുർത്തിയും കൂടി എടുത്ത് നോക്കിയതാണ് കേട്ടോ. അതെനിക്ക് ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്തൊരു കളറാണ്, ഒരു വെറൈറ്റി കളർ. 6 കളറിൽ വന്നോട്ടെ,
7 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കുർത്തി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ഇത് വന്നിട്ടൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നൊരു കുർത്തിയാണ്. പക്ഷേ ഞാനിത് അത്രയും എക്സ്പെക്റ്റ് ചെയ്യില്ല. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതാണിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറ്. ഇത് ഞാൻ ലാവൻഡർ എടുത്ത് വെക്കുകയാണ്. കുറച്ചൊന്ന് ലുക്ക് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ചേരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതും ഏകദേശം ഈ ഒരു കുർത്തിയുടെ അതേ ഒരു സിമിലർ കാര്യങ്ങളൊക്കെയാണ് ഇതിലും ഉള്ളത്. അതായത് എന്താ പറയുക, റൗണ്ട് നെക്ക്, കുറച്ച് റൗണ്ട് നെക്ക്, ആ ഒരു റൗണ്ട് നെക്ക് ഡിസൈന്, പിന്നെ ഒരു 3/4 സ്ലീവ്സ്, പിന്നെ സ്ലീവ്സിൻ്റെ അറ്റത്ത് ഫ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയും ഫ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയറുള്ള നല്ല എന്താ പറയുക ലാവൻഡർ പിന്നെ വൈറ്റ് ഫ്ലവേഴ്സാണ് ഇതിൽ വരുന്നത്. അത് തന്നെ കാണാൻ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുന്ന ഇത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ 2 സൈഡിലും ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അല്ലേ? 2 സൈഡിലും ഉണ്ട്. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇപ്പം ഓൾട്ടർ ചെയ്തില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ ഓരോ ഇതിലും ആ ഒരു ലേസ് ഇവിടെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, കാണാൻ പറ്റുമെന്നറിയില്ല. ഈ ഒരു ലേസ് ഫുള്ളി ഇങ്ങനെ ഓരോരോ പോർഷനിലായിട്ട്. മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ്. ഈ ഒരു ചൂടത്തിടാൻ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഇത് രണ്ടും ഒരു കുർത്തയായിട്ട് എടുത്താണ്. രണ്ടും സെയിം പ്രൈസാണ്, 650 രൂപയാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഏകദേശം 7 കളേഴ്സിൽ 7 ഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 7 ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കുർത്ത സെറ്റുകളും കുർത്തകളുടെ വീഡിയോസും പുതിയ പല ഓർണമെൻറ്റ്സിൻ്റെയും എല്ലാത്തിൻ്റെ ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.